പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ കാര്യം പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്കറിയാം 995 AK ആൻ്റണിയെ തിരൂരങ്ങാടിയിൽ 22,000 വോട്ടിന് വിജയിപ്പിച്ചാരാ? ലീഗല്ലേ. അന്ന് മുസ്ലിം ലീഗിൻ്റെ ശക്തമായിട്ടുള്ള പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ മുഴുവൻ അന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. പക്ഷേ ആൻ്റണി ജയിച്ച് 26,000 വോട്ടിന്. അതിൽ മുസ്ലിം ലീഗിൻ്റെ പങ്ക് ഒരു പ്രധാനമായിട്ട് മുസ്ലിം ലീഗിൻ്റെ MLA ആയിരുന്ന ബീരാൻ സാഹിബ് രാജിവെച്ചപ്പോഴാണ് ബൈ ഇലക്ഷൻ നടന്നത്. അതന്ന് മുസ്ലിം ലീഗ് നൽകിയത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നിയമസഭയിൽ അംഗമല്ലാതിരുന്ന AK ആൻ്റണിക്കാണ്. അദ്ദേഹത്തിനെ വിജയിപ്പിച്ചു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടർമാരുടെ പൊന്നാനിയിൽ അവിടെ MP ഗംഗാരൻ TK MC ആയിട്ട് 2001 മത്സരിച്ചപ്പോൾ ജയിച്ച MP ഗംഗാരനാണ്. അപ്പോൾ ഇത്രയും ഒരു വിശാല മനസ്സുള്ള ഒരു ജില്ലയെ ഈ രീതിയിൽ പറഞ്ഞത് വളരെ ദൗർഭാഗ്യകരമായി പോയി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ആര് ശ്രമിച്ചാലും അത് കേരളത്തിൽ നടക്കില്ല.